പോലീസ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ മദ്യലഹരിയിൽ കാർ ഓടിച്ച് ഓട്ടോറിക്ഷ ഇടിച്ചു തകർത്ത സംഭവത്തിൽ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. ഞായറാഴ്ചയാണ് വിളപ്പിൽശാല സ്റ്റേഷനിലെ CPO R രതീഷ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയത്. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, വകുപ്പ് തല നടപടി എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും സ്വീകരിക്കുക? രോഹിണി, ഞായറാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. വിളപ്പിൽശാല സ്റ്റേഷനിലെയും CPO ആയിട്ടുള്ള രതീഷ് ഈ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കുകയും അതിൽ ചിലർക്ക് പരിക്ക് പറ്റുകയും ചെയ്യുന്ന സാഹചര്യം. അന്ന് തന്നെ ഈ രീതിയിലൊരു വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യും എന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിരുന്നു. ഇപ്പോൾ അതിലൊരു കൂടുതൽ അന്വേഷണത്തിന് ശേഷം ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഈ രീതിയിലുള്ള ഒരു അന്വേഷണത്തിനുള്ള അല്ലെങ്കിൽ നടപടിയെടുക്കാനുള്ളൊരു ശുപാർശ നൽകിയിരിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച റിപ്പോർട്ട് വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ഞായറാഴ്ചയാണ് വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിലെ രതീഷ് ഈ രീതിയിൽ അപകടമുണ്ടാക്കുന്നതും അപകടത്തിൽ ഓട്ടോയിൽ ഉണ്ടായിരുന്ന 2 പേർക്കാണ് പരിക്കേറ്റത്. ഈ അപകടത്തിന് ശേഷം രതീഷ് വാഹനം നിർത്താതെ ഓടിച്ചു പോകുകയും നാട്ടുകാർ പിന്തുടർന്നാണ് ഈ വാഹനം തടയുന്നതും ഇയാളെ പിടികൂടുന്നതും. മുൻപത്തെ വാഹനത്തിന്റെ ടയറൊക്കെ ഇളകി മാറിയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ വാഹനവും ഓടിച്ചുകൊണ്ട് രതീഷ് മുന്നോട്ട് പോവുകയായിരുന്നു. നാട്ടുകാർ തടഞ്ഞാണ് പോലീസിൽ ഏൽപ്പിക്കുന്നത്. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴും അതും തടയുന്ന ഒരു രീതി ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. പോലീസ് അസോസിയേഷന്റെ ജില്ലാ ട്രഷറർ കൂടിയാണ് ഇപ്പോൾ ഈ നടപടി നേരിടുന്ന രതീഷ്. എന്തായാലും വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തു. സസ്പെൻഷൻ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം അന്വേഷണത്തിനൊക്കെ ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാക്കുക. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ രീതിയിൽ മദ്യപിച്ച് അപകടമുണ്ടാക്കുന്നതും പിന്നീട് അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ വിളപ്പിൽശാല പോലീസ് രതീഷിനെതിരെ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.